എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് എന്നിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ കാണാം. അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, യതഖാറബുസ് സമാൻ. എന്റെ പ്രിയമുള്ളവരെ, അവസാന സമയമാകുമ്പോ, അവസാന കാലഘട്ടങ്ങൾ കടന്നു വരുമ്പോ, പടച്ചവനെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില മുന്നറിയിപ്പുകൾ സ്വഹാബത്തിന് കൊടുക്കുകയാണ്. ഒരുപാട് മുന്നറിയിപ്പുകൾ കൊടുക്കുകയാണ്. പടച്ചവനെ, സ്വഹാബത്ത് അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുകയാണല്ലോ. അതാ പ്രവാചകൻ അവിടുന്ന് പറയുന്നു, എന്താ കാര്യമെന്നറിയോ? യതഖാറബുസ് സമാൻ. സ്വഹാബാ, അവസാന സമയങ്ങളാകുമ്പോ, കാലഘട്ടമാകുമ്പോ സമയത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടും സ്വഹാബാ. നമുക്ക് തീരെ സമയം നമുക്ക് കാണില്ലല്ലോ. ഓരോ മാസങ്ങളുടെ അവസ്ഥ എന്തെന്നറിയോ? ഓരോ വർഷങ്ങൾ വരുമ്പോ അത് മാസങ്ങളെ പോലെ ചുരുങ്ങുകയാണ്. മാസങ്ങൾ ആഴ്ചകളെ പോലെ ചുരുങ്ങുകയാണ്. ആഴ്ചകൾ പടച്ചവനെ ദിവസങ്ങളോരെ പോലെ ചുരുങ്ങുകയാണ്. ദിവസങ്ങളോ അതാവിടുന്ന് മണിക്കൂറുകളെ പോലെ ചുരുങ്ങുകയാ. മണിക്കൂറുകൾ മിനിറ്റുകളെ പോലെ ചുരുങ്ങുകയാ. മിനിറ്റുകൾ സെക്കൻഡുകളെ പോലെ ചുരുങ്ങുകയാണ്. ഇങ്ങനെ ചുരുങ്ങുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പറയുമല്ലോ, എന്താ സമയം ഇങ്ങനെ കടന്നു പോകുന്നത്? എന്താ സമയം ഇങ്ങനെ കടന്നു പോകുന്നത്? പടച്ചവനെ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നും ആകുന്നില്ലല്ലോ. എന്താ സമയം ലഭിക്കാത്തത്? ഉസ്താദേ, ഇപ്പോഴാ ബാങ്ക് വിളിച്ചത്, അത് അസ്റിന്റെ സമയമായത് അറിഞ്ഞത് പോലുമില്ല. അല്ലെങ്കിലോ റമളാൻ മാസം അതാ കഴിഞ്ഞതേയുള്ളല്ലോ. പടച്ചവനെ, എത്ര പെട്ടെന്നാ റമളാനിലേക്ക് വീണ്ടും കടന്നു വരുന്നത്. അല്ലെങ്കിൽ പറയും, റമളാനായ 1, 2, 3, 4 ഒരു 10 വരെ കുറച്ചൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് തോന്നിയിരുന്നു. പിന്നെ പെട്ടെന്നാ പോയത്. എത്ര പെട്ടെന്നാ പോയതെന്ന് പറയാൻ കഴിയുന്നില്ല. ഇങ്ങനെ നമ്മളൊക്കെ സങ്കടം പറയുന്നവരാ, ഇങ്ങനെ നമ്മുടെയൊക്കെ വിഷമം പറയുന്നവരാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സമയം അങ്ങനെ പോവുകയാണ്. എങ്ങനെയാ സമയത്തിന്റെ പോക്ക് നിശ്ചയിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് പറയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ടമാകുമ്പോ യതഖാറബുസ് സമാൻ. സമയം അങ്ങനെ പോകും. സമയം അങ്ങനെ പോകും. നമുക്കൊരിക്കലും തന്നെ സമയത്തെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ചില കാര്യങ്ങൾ പറയാണ്. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ തൊലിക്കമുകളിലൂടെ കടന്നു പോകുമ്പോ പ്രവാചകൻ പറഞ്ഞ ഈ കാര്യങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ അറിയണം നമ്മൾ. വീണ്ടും അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വയൻഖുസുൽ അമലോ. മനുഷ്യന്റെ അമലുകൾ ഇങ്ങനെ ചുരുങ്ങുകയാണ്. നല്ല പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യന്റെ മൈൻഡില്ല. നിസ്കാരങ്ങൾ കുറയുകയാണ്, ദിക്റുകൾ കുറയുകയാണ്, സലാത്തുകൾ കുറയുകയാണ്. അല്ലാഹുവേ, നന്മയുടെ അംശം മുഴുവനും കുറഞ്ഞു വരുന്ന സന്ദർഭങ്ങൾ കടന്നു വരികയാ. എത്രയോ സ്ഥാപനങ്ങൾ നന്മ പഠിപ്പിക്കാനുണ്ടാകും. എത്രയോ ഉസ്താദന്മാരും ആലിമീകളും രംഗത്ത് വരുമല്ലോ. പക്ഷേ മനുഷ്യന്റെ അമലുണ്ടല്ലോ, അമലുകൾ മുഴുവനും കുറഞ്ഞു പോകുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാ. ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ കടന്നു പോകുമ്പോ പടച്ചവനെ, ദുനിയാവാ നമുക്ക് വലുത്. നമ്മൾ കാണുന്നത്, നമ്മൾ പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളിൽ പലരും കടന്നു പോകുന്നത് ദുനിയാവിന്റെ ആഗ്രഹങ്ങളിലൂടെയാ. ദുനിയാവ് വേണമല്ലോ പടച്ചവനെ. ദുനിയാവിൽ പലതും ചെയ്തനമല്ലോ. നിസ്കാരത്തെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടോ? നോമ്പിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? സക്കാത്തുകളെ കുറിച്ച് ഓർമ്മയുണ്ടോ? പടച്ചവനെ, ഇതാ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാ,
വയുൽഖശ്ശുഹു. പ്രവാചകൻ പറയുന്നു സ്വഹാബ, പിശുക്കന്മാർ അധികരിക്കുകയാ. അനാവശ്യ കാര്യങ്ങളുണ്ടല്ലോ. പടച്ചവനെ ദീനിന് പോലും നിരക്കാത്ത, ദീനിനെ കുറിച്ച് പടച്ചവനെ കളിയാക്കുന്ന കാര്യത്തിന് പരിശുദ്ധമായ ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾക്ക് അവിടെ നിന്ന് പടച്ചവനെ ഒരുപാട് പണം ചെലവഴിക്കാൻ ആളുകളുണ്ട്, ആ പണം കണ്ടെത്താൻ ആളുകളുണ്ട്. പക്ഷേ ദീനിന്റെ കാര്യങ്ങൾക്ക് ചോദിച്ചാ, മദ്രസക്ക് ചോദിച്ചാ, പള്ളിക്ക് ചോദിച്ചാ, മോനെ നിനക്ക് ദാരിദ്ര്യമാ, നിനക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ്, വേദനകളാണ്, അങ്ങനത്തെ സന്ദർഭമാ വരുന്നത്. അങ്ങനത്തെ അവസ്ഥയാ മനുഷ്യൻ്റെത്. പടച്ചവനെ സ്വതക്കകൾ ചെയ്യൂല, പാവങ്ങൾക്ക് കൊടുക്കൂല, പടച്ചവനെ ദീനിന് കൊടുക്കൂല. എന്നാലോ നിന്റെ വീട്ടിലൊരു കല്യാണമുണ്ടായ പടച്ചവനെ ലക്ഷങ്ങളാ പൊട്ടിക്കുന്നത്, ലക്ഷങ്ങളാ ചെലവഴിക്കുന്നത്. അവിടെന്നും ഇവിടെന്നും കാണുന്ന ഗാനമേള പാർട്ടിക്കാരെ കൊണ്ടുവന്നിട്ടോ വീടിന്റെ മുറ്റത്ത് വെച്ചിട്ട് പടച്ചവനെ സ്വർഗത്തിന് തുല്യമായിട്ടോ അല്ലാഹുവേ നിന്റെ വീടിങ്ങനെ അലങ്കരിക്കുകയാ, നിന്റെ പരിസരം അലങ്കരിക്കുകയാ. സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളും ഈ കേരളത്തിലും ലോകത്തറിയപ്പെട്ട ഒരുപാട് ആളുകളെ നീ വിളിച്ചു വരുത്തുന്നുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നിന്റെ കയ്യിലുള്ള പണങ്ങൾ നീ കൊടുക്കുകയാണ്. അതിനൊന്നും നിനക്ക് പ്രശ്നമല്ല. റബ്ബിന്റെ ദീനിന് നീ കൊടുക്കുന്നുണ്ടോ? അതിന് ചോദിച്ചാ നിന്റെ കയ്യിൽ പണമില്ല, നിന്റെ ബിസിനസ് ടൈറ്റാണ്, ബിസിനസ്സിലെ പ്രയാസങ്ങളാണ് എന്ന് നീ ഒരുപാട് പോരായ്മകൾ, പോയത്തരങ്ങൾ പറയുന്നവനാ. മോനെ മനസ്സിലാക്കിക്കോ, അള്ളാന്റെ പ്രവാചകൻ പറയുകയാ, അവസാന കാലഘട്ടം കടന്നു വരുമ്പോ, അവസാന കാലഘട്ടം കടന്നു വരുമ്പോ പിശുക്കന്മാർ അധികരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശുക്കന്മാർ അധികരിക്കും. നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ അവന്റെ കയ്യിൽ കാശുണ്ടാകൂല. ഒരു നന്മയാർന്ന പ്രവർത്തനത്തിന്റെ കാര്യത്തിന് കൊടുക്കാൻ വേണ്ടി ചോദിച്ചാൽ അവർക്ക് 100 ഒപ്പായികൾ ഉണ്ടാകും, ഒരുപാട് പരാതികൾ ഉണ്ടാകും, അവന്റെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളുടെ കഥ അവൻ പറയും. എന്റെ പ്രിയമുള്ളവരെ, എന്നാലോ ഒരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ഹറാമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ഒരിക്കലും പരിശുദ്ധ ദീന് പ്രോത്സാഹിപ്പിക്കാത്ത കാര്യങ്ങൾക്ക് അവർക്ക് പണം ചെലവഴിക്കുന്നതിന് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. മനസ്സിലായോ? പരിശുദ്ധമായ ദീന് പ്രോത്സാഹിപ്പിക്കാത്ത കാര്യങ്ങൾക്ക് അവർ എങ്ങനെ വേണമെങ്കിലും ചെലവഴിക്കും. ഇത് അവസാന കാലഘട്ടമാകും. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു റബ്ബിന്റെ ദീനിനെ സഹായിക്കാൻ, ദീനിനെ മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വീണ്ടും പറയുന്നു, അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, വതൽഗറു അൽ ഫിതന. അതാ പ്രവാചകൻ പറയുന്നു, സ്വഹാബ, ഈ ദുനിയാവുണ്ടല്ലോ, ഈ ദുനിയാവുണ്ടല്ലോ, ദുനിയാവിലെ കുഴപ്പങ്ങൾ കടന്നു വരികയാണ് സ്വഹാബ. യുദ്ധങ്ങൾ കടന്നു വരികയാണ്, അക്രമങ്ങൾ കടന്നു വരികയാണ്. പടച്ചവനെ പാവങ്ങളെ കൊന്നൊടുക്കുകയാണ്, മുസ്ലിമായതിന്റെ പേരിൽ കൊന്നൊടുക്കുകയാണ്. പടച്ചവനെ അല്ലാ, തലയിൽ തൊപ്പിയിട്ടതിന്റെ പേരിലോ, പടച്ചവനെ വെള്ളവസ്ത്രം ധരിച്ചതിന്റെ പേരിലോ, ഹിജാബ് ധരിച്ചതിന്റെ പേരിലോ, പശുവിന്റെ മാംസം സൂക്ഷിച്ചെന്ന പേരിലോ എത്രയെത്ര ആളുകളെയാ കൊന്നൊടുക്കുന്നത്, പടച്ചവനെ ചുട്ടുകൊല്ലുന്നത്. 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ പോലെ ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങളെ മുഴുവനോ അല്ലാഹുവേ ആയി മാറുന്നോ എന്ന് വരെ തോന്നിപ്പോവുകയാ. ആ രൂപത്തിലേക്ക് ആ മനുഷ്യന്റെ സ്വഭാവം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ പറയുകയാ, ഫിത്നകൾ അധികരിക്കും സ്വഹാബ, അക്രമങ്ങൾ അധികരിക്കും സ്വഹാബ. അതാ പടച്ചവനെ
നോക്കൂ എന്റെ പ്രിയമുള്ളവരെ, ഒരു കല്യാണ വീടിന്റെ ചാരത്ത് ചെന്ന അവിടെയും നമുക്ക് പല പ്രശ്നങ്ങളും കാണാം. പടച്ചവനെ, ഒരുപാട് പ്രശ്നങ്ങളുടെ കൂമ്പാരങ്ങൾക്ക് നടുവിലൂടെയായി ഇന്ന് നമ്മുടെ നാടും നമ്മുടെ വീടും നമ്മുടെ സമൂഹം മുഴുവനും കടന്നു പോകുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറയുകയാ, ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ്, ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ്. ഈ ലോകം അവസാനിക്കുമ്പോ അതിന്റെ അടയാളങ്ങളാ വാപ്പാ, അടയാളങ്ങൾ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ അറിയുന്നുണ്ടല്ലോ. നമുക്ക് കൺമുമ്പിൽ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുകയാ. നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലുമെല്ലാം പടച്ചവനെ ഇതിങ്ങനെ അനുഭവിക്കുകയാ. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീണ്ടും അവിടുന്ന് സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ വയക്സുറുൽ ഹർജ, പ്രവാചകരോട് ചോദിക്കുന്നു, നബിയേ ഹർജ് അധികരിക്കുമെന്ന് പറഞ്ഞല്ലോ, എന്താണ് നബി അതെന്ന് പറയുമ്പോ അതാ സ്വഹാബത്തിന്റെ മുമ്പിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ ഖത്ലു യാ സ്വഹാബാ, അൽ ഖത്ലു യാ സ്വഹാബാ, സ്വഹാബ കൊല അധികരിക്കലാ സ്വഹാബ. കൊല്ലുന്നവൻ അറിയുന്നില്ല ഞാൻ എന്തിനാ പടച്ചവനെ ഞാൻ എന്തിനാ കൊന്നത്, ഞാൻ എന്തിനാ കൊല്ലപ്പെട്ടത്. കൊല്ലുന്നവനും കൊന്നവനും അറിയാത്ത സന്ദർഭമാ പടച്ചവനെ. അങ്ങനത്തെ കാലഘട്ടമാ കടന്നു വരുന്നത്. ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് എന്റെ പ്രിയമുള്ളവരെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാ സ്വന്തം ശരീരത്തെ പോലും പടച്ചവനെ കൊല്ലുന്ന അവസ്ഥയാ, ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയാണല്ലോ. അതാ മറ്റൊരു ഹദീസിലെ പ്രവാചകൻ പറയുന്നുണ്ട്, ഓരോ കുടുംബത്തിലും കൊല അധികരിക്കുമല്ലോ, ഓരോ വീട്ടിലും കൊല അധികരിക്കുമല്ലോ, ഓരോ നാട്ടിലും കൊല അധികരിക്കുമല്ലോ. പടച്ചവനെ, പ്രവാചകനാ പറഞ്ഞ ഹദീസിന് മഹാന്മാര് പറയുന്നുണ്ട്, അല്ലാ പടച്ചവനെ, സൂയിസൈഡ് അധികരിക്കുന്ന കാലഘട്ടം പോലും പടച്ചവനെ ഈ വിഷയത്തുമായി ബന്ധപ്പെടുത്തിയിട്ടാ പറഞ്ഞിട്ടുള്ളത്. അവസാന കാലഘട്ടമാകുമ്പോ ഇങ്ങനെയാ പ്രിയമുള്ളവരെ, സ്വന്തം ജീവനൊടുക്കാ മനുഷ്യന്റെ പ്രയാസങ്ങളില്ല, പേടിയില്ല. പടച്ചവനെ, എത്രയോ പേരാ നിസാര കാര്യത്തിന്റെ പേരില് സ്വന്തം ജീവന് കളഞ്ഞിട്ട് നടക്കുന്നതെന്നറിയോ? എത്രയോ വാപ്പമാരാ പടച്ചവനെ അല്ലാഹുവേ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് നടക്കുന്നത്. സ്വന്തം ജീവൻ അങ്ങ് നഷ്ടപ്പെടുത്തി കളയാണ്, സൂയിസൈഡ് ചെയ്യാ ചില ആളുകള്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വയക്സുറുൽ ഹർജു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവസാന കാലഘട്ടം വരുമ്പോ ഹർജ് അധികരിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, നബി എന്താണ് ഹർജ് എന്ന് പറഞ്ഞ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഖത്ലു യാ സ്വഹാബ, സ്വഹാബത്തെ അത് കൊല അധികരിക്കലാണ്, കൊല അധികരിക്കലാണ്. കൊല അധികരിക്കുന്നു പറഞ്ഞ സ്വന്തം വീട്ടിനകത്ത് വരെ കൊല അധികരിക്കും. മനസ്സിലാക്കണം, നമ്മൾ സ്വന്തം വീട്ടിനകത്ത് വരെ എന്റെ പ്രിയമുള്ളവരെ കൊല അധികരിക്കും. സ്വന്തം വീട്ടിനകത്ത് എങ്ങനെ അധികരിക്കാം? സ്വന്തം വീട്ടിനകത്ത് എങ്ങനെ അധികരിക്കാം? വാപ്പയെ മക്കള് കൊല്ലും, മക്കളെ വാപ്പ കൊല്ലും, ഉമ്മ കൊല്ലും, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവസ്ഥകളൊക്കെ പടച്ചവനെ നമ്മുടെ വീടിനകത്ത് വന്നു ചേരുമെന്ന് അള്ളാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്താൻ. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ ഈ വിഷയങ്ങളൊക്കെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ.